24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ വാർത്തകൾ. സ്വവർഗ വിവാഹത്തെ എതിർത്ത് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഇന്ത്യൻ സംസ്കാരത്തിനും ജീവിത രീതിക്കും സ്വവർഗ വിവാഹം എതിരാണെന്നാണ് കേന്ദ്ര നിലപാട്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ല. സ്വവർഗ വിവാഹം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, നിലപാട് സ്വവർഗ വിവാഹത്തിൽ കേന്ദ്രം വ്യക്തമാക്കുന്നു. വിവരങ്ങൾ എന്താണ്? 9 ഹർജികളാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ പരിഗണനയിലുള്ളത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 1954 സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ വിവാഹവും രജിസ്റ്റർ ചെയ്യാനായിട്ട് അനുവദിക്കണം എന്നുള്ളതാണ്. സ്വവർഗ വിവാഹം എന്നാൽ നിയമവിധേയമായി രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. മൗലികാവകാശത്തിന്റെ ഭാഗമായി സ്വവർഗ വിവാഹത്തെ കാണാൻ സാധിക്കില്ല. ഇതിൽ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിവാഹം ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അനുവദിക്കുന്നുണ്ട്. അത് യുക്തമാകുന്ന രീതിയിൽ തന്നെ തങ്ങളുടെ വിവാഹവും അംഗീകരിക്കാം എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കേന്ദ്രം പറയുന്നു. 2 വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആണും പെണ്ണും തമ്മിലുള്ള വിവാഹമാണ് ഈ വിധത്തിൽ നടക്കുന്നത്. അല്ലാതെ സ്വവർഗ വിവാഹത്തെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. രാജ്യം കാലങ്ങളായി കരുതി വെച്ചു വരുന്ന രാജ്യത്തിൻ്റെതായിട്ടുള്ള സംസ്കാരവും പാരമ്പര്യവും ജീവിത രീതിയും ഉണ്ട്. ആ ജീവിത രീതിക്ക് യുക്തമല്ലാത്ത നിയമനിർമ്മാണം നടത്തിയാൽ അത് സമൂഹത്തിനാകെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. അതുകൊണ്ട് അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങൾ തയ്യാറല്ല, കേന്ദ്ര സർക്കാർ തയ്യാറല്ല. നിയമം നിർമ്മിക്കണം ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന വാദത്തെയും കേന്ദ്രം തള്ളുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇതിനെ അംഗീകരിക്കാനായി സാധിക്കുന്നില്ല. സ്വവർഗ വിവാഹത്തെ നിയമവിധേയമാക്കുക എന്നത് നിലവിൽ കേന്ദ്രം പരിഗണിക്കുന്ന നിയമനിർമ്മാണങ്ങളുടെ പട്ടികയിലില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചു. ഈ സത്യവാങ്മൂലം സുപ്രീം കോടതി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യമാകും ഉണ്ടാവുക. സ്വവർഗ വിവാഹത്തെ എതിർത്ത് കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചു. ബംഗളൂരു മൈസൂരു അതിവേഗ പാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 8172 കോടി രൂപ ചെലവിട്ട് 118 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പാത ഒരുക്കിയത്. പ്രധാന ഗതാഗതത്തിനായി 6 വരി പാതയും ഇരുവശത്തുമായി 2 വീതം സർവീസ് റോഡുകളും ഉൾപ്പെടെയാണ് 10 വരി പാത. മാണ്ടിയിൽ നടന്ന വൻ റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്തു. വികസനത്തിന് വേണ്ടിയുള്ള പണം കോൺഗ്രസ് അഴിമതിയിലൂടെ തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. 4130 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മൈസൂരു കുശാൽ നഗർ ഹൈവേ 4 വരി പാതയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മോദിയുടെ കർണാടക സന്ദർശനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തൃശൂരിലെത്തും. ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലാണ് ആദ്യ സന്ദർശനം. വടക്കുംനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തും. വൈകിട്ട് 5 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജനശക്തി റാലിയെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനായാണ് അമിത്ഷാ തൃശൂരിലെത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJP തുടക്കമിടുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് അമിത്ഷായുടെ പരിപാടികൾ? അനുജ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി ഡൽഹിയിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അടുത്തത് കേരളമാണെന്ന്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിലവിൽ BJP നടത്തുന്നത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലെ ഒരു ഹെവി വെയ്റ്റിനെ തന്നെ കേരളത്തിൽ ഇറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ് BJP. അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൃശൂരിലേക്ക് എത്തിച്ചേരും. കുട്ടനെല്ലൂരിൽ ഹെലികോപ്റ്ററിൽ എത്തി ശേഷം റോഡ് മാർഗമായിരിക്കും അദ്ദേഹം തൃശൂരിൽ ഈ തേക്കിൻകാട് മൈതാനത്തേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ അമിത്ഷായെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജനശക്തി റാലിയിൽ പങ്കെടുക്കുന്ന BJPയുടെ സമുന്നതനായ നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആദ്യത്തെ പരിപാടി ഇവിടേക്ക് എത്തിയാൽ ഈ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയാണ് നടത്തുന്നത്. പിന്നീട് BJPയുടെ തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രധാനപ്പെട്ട കോർ ടീമിലെ അംഗങ്ങളുമായി ചേർന്ന് യോഗം നടക്കും. ഈ തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി BJPയെ സംബന്ധിച്ചിടത്തോളം A+ കാറ്റഗറിയിൽ പെട്ടതാണ്. ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ബോർഡുകളിൽ, ഹോർഡിങ്ങുകളിലൊക്കെ കാണാൻ സാധിക്കും. അതിൽ സുരേഷ് ഗോപിക്ക് വളരെ അധികം പ്രാധാന്യം നൽകി ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരനും സമാനമായ ഈ സുരേഷ് ഗോപി ഒരു തവണ കൂടി ഇവിടെ നിന്നാൽ ജനങ്ങൾ കൈവിടില്ല എന്ന തരത്തിലൊരു പ്രസ്താവന കൂടി നടത്തുകയുണ്ടായി. BJP എന്താണ് ഉദ്ദേശിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. വീണ്ടും ഒരു അംഗത്തിന് കൂടി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് കൂടി മേൽക്കൈയുള്ള സ്ഥലത്ത് അവരുടെ കൂടി പിന്തുണ കിട്ടും എന്നും BJP പ്രതീക്ഷിക്കുന്നു. അതിനാൽ കൂടിയാണ് അമിത്ഷായെ തന്നെ
ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക്, അത് സംസ്ഥാനത്തൊട്ടാകെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും തൃശ്ശൂരിൽ തന്നെ കൊണ്ടുവരാനും ഈ പരിപാടി കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും തീരുമാനിച്ചതിന് പിന്നിൽ അത്തരമൊരു രാഷ്ട്രീയ നീക്കം കൂടിയുണ്ട് എന്ന് വേണം കരുതാൻ. ആ യോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ ക്ഷേത്ര ദർശനത്തിനെത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുയോഗത്തിൽ സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധിയായ വിഷയങ്ങൾ കേരളത്തിൽ ഈ കാലത്തിനിടെ സംഭവിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇടം പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJP വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറെ പോലെയുള്ള മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം, BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, വക്താവായിരുന്നു. അദ്ദേഹത്തെ തന്നെ കേരളത്തിന്റെ പ്രഭാരിയായി ചുമതലപ്പെടുത്തി വലിയ മാജിക് കേരളത്തിൽ സൃഷ്ടിക്കാമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. 5 സീറ്റ് വരെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയേക്കാം എന്ന് പ്രകാശ് ജാവ്ദേക്കർ പലകുറി പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിന് ഊർജം പകരുക എന്നുള്ളതാണ് അമിത്ഷായുടെ ദൗത്യം. ഈ പരിപാടി പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ഇന്ന് തന്നെ റോഡ് മാർഗം നെടുമ്പാശ്ശേരിയിലെത്തി അവിടെ നിന്നും മടങ്ങും എന്നും വ്യക്തമാകുന്നുണ്ട്. ജനശക്തി റാലിക്ക് തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അമിത്ഷാ തൃശൂരിലെത്തും. വൈകിട്ട് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. CPIഎമ്മിന്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കുട്ടനാട്ടിൽ കൊയ്ത്ത് നിർത്തിവെച്ചതായി പരാതി. കണിയാംകടവ് പാടശേഖരത്തിലെ കൊയ്ത്താണ് പ്രാദേശിക നേതാക്കൾ എത്തിയതോടെ നിർത്തിവെച്ചത്. 7 മെഷീനുകളാണ് രാവിലെ മുതൽ കൊയ്ത്തിനായി പാടശേഖരത്ത് ഇറങ്ങിയത്. ചേട്ടന്റെ പാടശേഖരത്തിലാണ് ഇത് കൊയ്ത്ത് നിർത്തിവെച്ചത്? അതെ അതെ. എന്തായിരുന്നു വിഷയം? എന്നീ ഗവൺമെന്റ് നെടുമുടി വരുന്നെന്ന് അവരങ്ങ് പോയപ്പോഴേ, പാർട്ടിക്കാരങ്ങ് പോയപ്പോഴേ ഞങ്ങള് കർഷകര് പടുതായിട്ട് വിളിച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടാണ്. ഞങ്ങളുടെ പാടത്ത് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം. ഇത് മറ്റു പാടശേഖരങ്ങളെല്ലാം കൊയ്യുന്നുണ്ട്. ഭീഷണിപ്പെടുത്തി വണ്ടിക്കാരെ തള്ളി, കൊയ്ത്ത് മെഷീൻ മദ്രാസിൽ നിന്നുള്ള കൊയ്ത്ത് മെഷീൻകാരല്ലേ അവരെ തള്ളി. ജാഥയിൽ പങ്കെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം അല്ലേ? അതെ. 3 മണിക്ക് തുടങ്ങട്ടെ ചോദിച്ചപ്പോൾ പാർട്ടിക്കാരനായ രാജു എന്ന് പറയുന്ന പുള്ളി പറഞ്ഞു പറ്റത്തില്ല, ഇന്നൊന്നും കൊയ്യാനേ പറ്റത്തില്ല. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നേരത്തെ നമ്മളൊരു ഭീഷണി സന്ദേശം കേൾപ്പിച്ചതാണ്, നോർത്ത് ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി സന്ദേശം, ജോലി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അനുജ, പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ പണി ഇല്ലാതാകും എന്നുള്ള ഭീഷണിക്ക് പിന്നാലെയാണ് കുട്ടനാട്ടിൽ പ്രധാനപ്പെട്ട പാടശേഖരങ്ങളിലൊന്നായിട്ടുള്ള ഈ തകഴിയിലെ കണിയാപറമ്പ് പാടശേഖരത്തിൽ നിലവിൽ കൊയ്ത്ത് നിർത്തിവെച്ചത്. 9 മണിയോടുകൂടി ആരംഭിച്ച ഈ കൊയ്ത്താണ് 12 മണിക്ക് പ്രാദേശിക നേതാക്കൾ എത്തി. ഇന്ന് 3 മണിക്ക് MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന സംസ്ഥാന ജാഥയുണ്ട്. ജാഥയിൽ പങ്കെടുക്കണം, തൊഴിലാളികളും ഒക്കെ തന്നെ പങ്കെടുക്കണം. അതുകൊണ്ടാണ് നിർത്തിവെക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇവരോട് പറയുകയും ഈ തൊഴിലാളികളെ പിടിച്ച് തള്ളുകയൊക്കെ തന്നെ ചെയ്തു. ഈ കർഷകരെ സംബന്ധിച്ച് പാടശേഖര സമിതി ഉടമയായിട്ടുള്ള ടോം ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇദ്ദേഹം അടക്കമുള്ള ഈ പാടശേഖര ഉടമകളൊക്കെ തന്നെ ഈ വലിയ വാടക കൊടുത്താണ് ഈ യന്ത്രങ്ങൾ പാടശേഖരത്ത് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളും ഈ വാടക അത് നഷ്ടത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഞായറാഴ്ച ദിവസവും പണി നടത്തുകയും തൊഴിലാളികൾക്കടക്കം കൂലി കൊടുക്കേണ്ടതായിട്ടുള്ള സമയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുമല്ല, അടുത്ത കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നിലവിലുള്ള കൊയ്ത്ത് പൂർത്തീകരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർഷകർക്കടക്കം ഈ സംഭരിച്ച നെല്ലിന്റെ പണമടക്കം സർക്കാർ നൽകിയിട്ടില്ല. അതിന് വലിയ ഒരു പ്രശ്നമായി കർഷകർക്ക് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ പാടശേഖരത്ത് വന്ന് ഈ കൊയ്ത്ത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജാഥ നെടുമുടിയിലെത്തുക. രാവിലെ ഉണ്ടായ സംഭവം ഭീഷണിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൊയ്ത്ത് യന്ത്രങ്ങൾ നിർത്തിവെക്കുകയും കൊയ്ത്ത് നിർത്തിവെക്കണമെന്നുള്ള ഒരു വലിയ ഭീഷണി ഈ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ ഈ തൊഴിലാളികളോട് പറഞ്ഞത്. അനുജ, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. CPM ജാഥയിൽ പങ്കെടുക്കാനാണ് നേരത്തെ ഭീഷണി കുട്ടനാട്ടിലുണ്ടായത്. ജാഥയ്ക്ക് എത്തിയില്ലെങ്കിൽ നാളെ മുതൽ ജോലി ഉണ്ടാകില്ല എന്ന് കൈത്തറിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമാണ് 24 പുറത്തുവിട്ടത്. CPIM കൈനഗിരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P രതീശനാണ് ഭീഷണിപ്പെടുത്തിയത്. CITU ലേബലിൽ പാർട്ടി യൂണിയൻ അംഗങ്ങളല്ലാത്തവരും കുട്ടനാട് കൈനഗരിയിൽ ചുമട്ടുജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പകുതി പേരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗങ്ങളല്ല. എന്നാൽ ചുമട്ടുതൊഴിലാളികളായ മുഴുവൻ പേരും ജാഥയിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. ജാഥയ്ക്കെത്തിയവർ ഹാജർ രേഖപ്പെടുത്തണമെന്നും CITU നേതാക്കൾ നിർദ്ദേശം നൽകി. ജാഥയ്ക്കെത്താൻ അസൗകര്യം പറഞ്ഞ തൊഴിലാളിയോട് നാളെ മുതൽ ജോലി ഉണ്ടാവില്ലെന്നായിരുന്നു കൈനഗരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P രതീശന്റെ ഭീഷണി. ഞാൻ പറഞ്ഞത്, നാളെ ആ കാര്യത്തിൽ വരുന്നില്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഒമ്പിക്കത്തില്ലെന്ന് അത് കർശനമായിട്ട് ഇന്നിപ്പോ 173 78 പേരുണ്ടായിരുന്നു. അതൊരു തീരുമാനം. അത് അന്വേഷണം വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിയോടെയാണ് MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കുട്ടനാട്ടിലെത്തുന്നത്. കുട്ടനാട്ടിലെ വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന്
പല നേതാക്കളും പ്രവർത്തകരും ഇപ്പോഴും പാർട്ടി പരിപാടികളിൽ സജീവമല്ല. കുട്ടനാട്ടിലെ സ്വീകരണ യോഗത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നീക്കം. 24 ആലപ്പുഴ. തിരികെ 24 റൗണ്ടപ്പിലേക്ക്. നീറിപ്പുകഞ്ഞ് കൊച്ചി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയും പുകയും അണയ്ക്കാൻ കഴിയാത്തതിൽ ജനരോഷം. കോവിഡിനേക്കാൾ ഭീകര ദുരന്തമാണ് കൊച്ചിയിലേതെന്ന് ജനങ്ങൾ നിസ്സഹായരായി പറയുകയാണ്. ഭരണ സംവിധാനങ്ങളുടെ നിസ്സംഗത ഗുരുതര ക്രിമിനൽ കുറ്റമെന്ന് നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ പറഞ്ഞു. ജനങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ പ്രതികരിച്ചു. പുകശല്യം മൂലം വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്ന് ഇൻഫോ പാർക്ക് ജീവനക്കാർ ആവശ്യപ്പെടുന്നു. നീറിപ്പുകഞ്ഞ 11ാം ദിവസം കൊച്ചിയിൽ ജനരോഷം അണപൊട്ടി. മൂക്കുപൊത്തിയും കണ്ണുതിരുമിയും വീട്ടിൽ അടച്ചിരുന്ന ജനങ്ങൾക്ക് സഹി കേട്ടു. ആൾക്കാർക്ക് ചിലർക്ക് ജലദോഷം അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലുമാരിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ആൾക്കാർക്ക്. അല്ലാതെ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു മാർഗങ്ങളൊന്നും നമ്മുടെ ഈ കേരളത്തിലെങ്ങും ഇല്ലല്ലോ. അതിനുള്ള പ്ലാന്റുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ലല്ലോ. അനുഭവിക്കുക അല്ലാതെ പിന്നെ എന്തായിരുന്നു. എല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞ് കയറിയിട്ട് എല്ലാം ശരിയാക്കി തന്നെ ഉണ്ടല്ലോ ജനങ്ങൾക്ക്. ഇത് തന്നെ അനുഭവിക്കുക. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ തന്നെ ഇത് അനുഭവിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ ഇവിടെ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും നേരിടുന്നുണ്ട്. അസുഖങ്ങളാണല്ലോ ഇപ്പോൾ നിലനിന്ന് പോണത്. പിള്ളേർക്കായാലും ഞങ്ങൾക്കായാലും ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ഇത് ഇവരെന്തെല്ലാം പഠിച്ചപടി 18 നോക്കിയാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് മാത്രമേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം അറിയിച്ച ചലച്ചിത്ര പ്രവർത്തകർ ഇന്ന് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. ഭരണ സംവിധാനങ്ങളുടേത് ഗുരുതര ക്രിമിനൽ കുറ്റമെന്ന് സംവിധായകനും നടനുമായ രഞ്ജി പണിക്കർ. ആശങ്ക വേണ്ടെന്ന മന്ത്രിമാരുടെ പ്രതികരണം തമാശയെന്നും രഞ്ജി പണിക്കർ 24നോട് പറഞ്ഞു. ഈ നഗരത്തിന്റെ നടുക്ക് ഒരു ആറ്റം ബോംബ് സ്ഥാപിച്ചിട്ട് അതിനൊരു ടൈമർ ഫിക്സ് ചെയ്തു എന്ന് പറയുന്നത് പോലെയാണ് ഇത് മിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ. കൃത്യമായിട്ട് ഈ സ്ഥിതിവിശേഷം എന്താണ് എന്ന് ജനങ്ങളോട് ഏറ്റു പറയാൻ, സംഭവിച്ചു പോയ പിഴവ് എന്താണ് എന്ന് ജനങ്ങളോട് ഏറ്റു പറയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? കൊച്ചിയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെന്നും അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും ഗായക രശ്മി സതീഷ്. ഒരു നീതിയില്ലായ്മയാണ് ശരിക്കും ചെയ്യുന്നത്. ജീവിക്കാൻ ഒരു അനുവദിക്കാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ 11 ദിവസം ജനങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് ആര് മറുപടി പറയും? മെട്രോ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നും കൊച്ചിയിൽ നിന്ന് മാറി നിൽക്കുന്നതായും സിനിമാ നിർമ്മാതാവായ സാന്ദ്ര തോമസ്. കൊച്ചിയുടെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് എനിക്ക് കൊച്ചിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. കാര്യം എനിക്ക് കുട്ടികൾ 2 പേർക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ. തിരിച്ചു കൊച്ചിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്ന പോലുമില്ല. തീപിടുത്തത്തിൽ കമ്പനി അധികൃതർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ജസ്റ്റിസ് കമാൽ പാഷ വിമർശിച്ചു. പ്രദേശത്തുള്ളവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കെമാൽ പാഷ. ഇത് യഥാർത്ഥ കൊലപാതക ശ്രമമാണ്. 307 ഇട്ട് കേസെടുക്കേണ്ടതാണിത്. കാരണം ഇത് ആളുകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള, അത് മരിക്കുമെന്നുള്ള അറിവോടുകൂടി തന്നെ ചെയ്യുന്നതാണ്. തീയണച്ചാലും കൊച്ചിയിലെ വായു നിലവാരം മോശമായി തുടരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് 24. അതിനിടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ 95% തീയും അണച്ചെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് 24നോട് പറഞ്ഞു. നാളെയോടെ പുക പൂർണ്ണമായി ശമിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 2019 തീപിടുത്തത്തിന് ശേഷം ഫയർഫോഴ്സ് നൽകിയ നിർദ്ദേശങ്ങൾ ബ്രഹ്മപുരത്ത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി. ഓൾമോസ്റ്റ് 5 സെക്ടർ മൊത്തം അണച്ചിട്ട് ബാക്കി 2 സെക്ടറിൽ ഐസൊലേറ്റഡ് ഫയേഴ്സാണ് അവിടെ ഉണ്ടാക്കി വരുന്നത്. അതും ഓൾറെഡി അണച്ച സ്ഥലത്തിൽ അഗെയിൻ ചെറുതായിട്ട് ഫയേഴ്സ്. 95% അവിടെ മൊത്തം കഴിഞ്ഞു. ഇത്തരമുള്ള ലേയേഴ്സ് ഓഫ് വേസ്റ്റ് ഉള്ളപ്പോൾ, അതും മീത്തേൻ പോലെ ഗ്യാസസ് എല്ലാം കെട്ടിക്കിടക്കുന്ന അതുപോലെ ഒരു സ്ഥലത്തിൽ തീർച്ചയായിട്ടും ചെറിയ ഐസൊലേറ്റഡ് ഫയേഴ്സ് വരും. ആസ് പെർ ദ ഡെഫിനേഷൻ ഓഫ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 118 പറയുന്നത് മോഡറേറ്റ് ആണ്. സോ അത് നോർമൽ ആകാൻ ഇനി കുറച്ച് ദിവസം എടുക്കേണ്ടി വരുമായിരിക്കും. തിരികെ 24 റൗണ്ടപ്പിലേക്ക്. ഈ ഓസ്കർ വിശേഷങ്ങൾ. ഓസ്കർ പുരസ്കാര നിശ ഇന്ന് ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ ഇന്ന് പ്രാദേശിക സമയം രാത്രി 8:30 ചടങ്ങുകൾക്ക് തുടക്കമാവുക. അതായത് ഇന്ത്യൻ സമയം നാളെ രാവിലെ 5:30 മുതൽ തത്സമയം പ്രേക്ഷകർക്ക് അവാർഡ് നിശ ടെലിവിഷനിൽ ആസ്വദിക്കാം. 95ാം ഓസ്കറിൽ നിരവധി സവിശേഷതകളും കടുത്ത മത്സരങ്ങളുമുണ്ട്. ഒപ്പം ഇന്ത്യൻ പ്രതീക്ഷകളും വാനോളമുണ്ട്. പ്രിൻസി കണ്ണൻ ഒരു എക്സ്പ്ലെയിനറിലൂടെ നോമിനേഷനുകളും പ്രത്യേകതകളും പരിചയപ്പെടുത്തും. അങ്ങനെ ഒരിക്കൽ കൂടി ലോസ് ഏഞ്ചൽസിലേക്ക് കണ്ടനട്ട് കാത്തിരിക്കുകയാണ് സിനിമാ ലോകം.
പ്രശസ്തമായ ഡോൾബി തിയേറ്ററിൽ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. യെസ്, 95th ഓസ്കർ, 95ാം ഓസ്കർ ചടങ്ങ് ഗംഭീരമായിരിക്കും. ആ രീതിയിലാണ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ഷോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആകെ 23 വിഭാഗങ്ങളിലായാണ് ഇത്തവണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. സ്റ്റീവൻ സ്പീൽബർഗും ജെയിംസ് കാമറൂണും ടോം ക്രൂയിസും ഒക്കെ ഉൾപ്പെട്ട നോമിനേഷൻ ലിസ്റ്റ് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ത്യക്കുമുണ്ട് പ്രതീക്ഷകൾ, സാധ്യതകൾ. 95ാം ഓസ്കറിൽ ഏറ്റവും സ്പെഷ്യലായ ചില കാറ്റഗറികൾ, അതിൽ ഓർത്തിരിക്കേണ്ട ചില പേരുകൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം മികച്ച ചിത്രത്തിനുള്ള നോമിനേഷൻസ്. അതിലാദ്യം ദ ബാൻഷീസ് ഓഫ് ഇൻഷറിൻ. അയർലൻഡിൽ ആഭ്യന്തര യുദ്ധം നടന്ന കാലത്തെ 2 മനുഷ്യരുടെ അസാധാരണ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ദ ബാൻഷീസ് ഓഫ് ഇൻഷറിൻ. 9 നോമിനേഷനുകൾ ചിത്രം ഇത്തവണ നേടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചിത്രം അവതാർ ദ വേ ഓഫ് വാട്ടർ. ജെയിംസ് കാമറൂൺ ബ്രഹ്മാണ്ഡ ബജറ്റിൽ ഒരുക്കിയ ചിത്രമാണ്. സാങ്കേതിക തികവിന്റെ അങ്ങേയറ്റം എന്ന് പറയാവുന്ന സിനിമ. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹോളിവുഡ് സിനിമ കൂടിയാണ് ഇത്. അടുത്തത് എൽവിസ്. പ്രശസ്ത അമേരിക്കൻ റോക്ക് ആൻഡ് റോൾ സംഗീതജ്ഞൻ എൽവിസ് പ്രിസ്ലിയുടെ ജീവിതം പ്രമേയമാകുന്ന ചിത്രമാണ് എൽവിസ്. ഓസ്റ്റിൻ ബട്ടറും ടോം ഹാങ്ക്സും തകർത്താടിയ ഈ ചിത്രം ആകെ 8 നോമിനേഷനുകൾ ഇത്തവണ നേടിയിട്ടുണ്ട്. അടുത്തത് എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമ. ഇത്തവണ ഓസ്കറിൽ ഏറ്റവും അധികം നോമിനേഷനുകൾ വാരിക്കൂട്ടിയ ചിത്രം, 11 നോമിനേഷനുകൾ. ഒരു അമേരിക്കൻ അസംബന്ധ ഹാസ്യ സിനിമയാണെങ്കിലും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ചിത്രം ഇതിനോടകം. അടുത്തത് ദ ഫാബിൾമാൻസ്. ദ ലെജൻഡറി ഫിലിം മേക്കർ ഓഫ് ഓൾ ടൈം സ്റ്റീവൻ സ്പീൽബർഗിന്റെ ചിത്രമാണ്. സ്റ്റീവൻ സ്പീൽബർഗിന്റെ ആത്മകഥാംശമുള്ള ദ ഫാബിൾമാൻസ് വിവിധ വിഭാഗങ്ങളിലായി 7 നോമിനേഷനുകൾ നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയുടെ സാന്നിധ്യം എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ RRR എന്ന ബ്രഹ്മാണ്ഡ രാജമൗലി ചിത്രം, അതിലെ നാട്ടു എന്ന ചടുല താളത്തിലുള്ള പാട്ട് ഒരു ആഗോള ഹിറ്റായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ സോങ് വിഭാഗത്തിൽ മത്സരിക്കുന്ന നാട്ടു ഗോൾഡൻ ഗ്ലോബിന് പിന്നാലെ അക്കാഡമി അവാർഡ് കൂടി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി ഹിറ്റുകൾ ഒരുക്കിയ സംഗീത സംവിധായകൻ MM കീരവാണി, ഗാനരചയിതാവ് സുഭാഷ് ചന്ദ്ര, ഗായകരായ രാഹുൽ സിപ്ലിഗഞ്ചും കാലഭൈരവിയുമാണ് ഈ നാട്ടുപാട്ടിന്റെ പിന്നണിയിൽ. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഈ പാട്ട് കേട്ടാൽ താളം പിടിക്കാതിരിക്കാൻ പ്രയാസമാണ്. നമുക്ക് അത്രയും പ്രിയമായി മാറിയ ഈ ഗാനം ജയ് ഹോയ്ക്ക് ശേഷം രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറട്ടെ എന്ന് പ്രത്യാശിക്കാം. പുരസ്കാര വേദിയിൽ ഡോൾബി തിയേറ്ററിൽ പ്രിയ ഗായകർ തത്സമയം ഈ ഗാനം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയും പക്ഷെ തീരുന്നില്ല ഇന്ത്യൻ പ്രതീക്ഷകൾ. ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ മത്സരിക്കുന്ന ദ എലിഫന്റ് വിസ്പറേഴ്സ് ഇതിനോടകം ഏറെ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ ഡോക്യുമെന്ററിയാണ്. കാർത്തികി ഗോൺസാൽവസ്, ഗുണീത് മോങ്ക എന്നിവരാണ് അണിയറ പ്രവർത്തകർ. രഘു എന്ന ആനക്കുട്ടിയെ പരിചരിക്കുന്ന തദ്ദേശീയരായ തമിഴ് ദമ്പതികളുടെ കഥയാണ് ഈ ഡോക്യുമെന്ററി വരച്ചുകാട്ടുന്നത്. ഇനിയുമുണ്ട് ഷൗനക് സെന്നും അമൻമാനും ടെഡി ലീഫറും ചേർന്നൊരുക്കിയ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഓൾ ദാറ്റ് ബ്രീത്സ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ അവാർഡ് കരസ്ഥമാക്കിയ ഡോക്യുമെന്ററിയാണ്. ഡൽഹിയിലെ 2 സഹോദരങ്ങളുടെ പക്ഷി സ്നേഹമാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രമേയം. സോ ഇനിയുള്ള മണിക്കൂറുകൾ കാത്തിരിപ്പിൻ്റെതാണ്. ലോകോത്തര താരങ്ങളും പ്രമുഖരും പങ്കെടുക്കുന്ന ഗംഭീരമായ ഒരു വിസ്മയ രാവായിരിക്കും 95ാം ഓസ്കർ ചടങ്ങ് എന്നതിൽ സംശയിക്കാനില്ല. ലോക സിനിമയിലെ പ്രമുഖർക്കൊപ്പം ഇന്ത്യയുടെ അഭിമാനമായി ദീപിക പദുക്കോണും അവാർഡ് പ്രസന്ററായി ചടങ്ങിനെത്തുകയും ചെയ്യും. വളരെ രസകരമായി സരസമായി ഷോ ഹോസ്റ്റ് ചെയ്യാൻ ജിമ്മി കിമ്മൽ എന്ന സ്റ്റാർ ആങ്കർ വീണ്ടും ഒരിക്കൽ കൂടി ഓസ്കർ വേദിയിൽ എത്തുന്നു എന്നതും ഇത്തവണത്തെ പ്രത്യേകത. സോ സ്റ്റേ ട്യൂൺ ടു 24 ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഇതോടെ 24 റൗണ്ടപ്പ് അവസാനിക്കുന്നു.